കാണിച്ചു തരണേ. എനിക്ക് തോന്നി എവിടെ കരീന കപ്പൂർ. ഇനിയുള്ളിനുള്ളിൽ നീലരാവില നറുവെള്ളിത്തിങ്കൾ നാളമായിട മഴ തുള്ളിച്ചാടും പൂങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിട അടുത്തൊരു മായ ചെറിതൂകി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായ ചെറിതൂകി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാളുകളായിരം നോവുകൾ ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വെൽക്കം ടു വെരി സൂപ്പർ എക്സൈറ്റിംഗ് വീക്ക് ആണ് ഇനി അങ്ങോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പ്രിയയും ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അതിന് വേണ്ടിയുള്ള ഒരു ട്രയൽ മേക്കപ്പ് സെഷനൊക്കെ കഴിഞ്ഞ് പ്രിയ ഇരിക്കുന്നുണ്ട്. ഇനി അതിനുവേണ്ടി മാച്ചിങ് ജ്വല്ലറി എടുക്കാൻ പോകണം. സോ ജ്വല്ലറി എടുക്കാൻ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഷോപ്പിൽ തന്നെയാണ് പോകുന്നത്. ആലുവയിലാണ്. സോ അതിന്റെ വിശേഷമൊക്കെ അവിടെ പോയിട്ട് എടുക്കാം. പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സ്റ്റുഡിയോയിൽ ഒരു ഷോയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് പ്രിയയുടെ സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നു, 1-1-3 ശേഷം. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ, ലിറ്റിൽ ബിറ്റ് ഓഫ് നെർവസ്നെസ്. ഏത് ഷോ ആണ്? ബിഗ് ബോസ് ആടാ. അടിയും കുത്തൊക്കെ കാണാൻ പറ്റുമോ ദില്ലുവിന്റെ പ്രിയയുടെ ഒക്കെ? അപ്പൊ എന്തായാലും പ്രിയ വേദുവിനെ അവിടെ റെഡിയാക്കി ഇരിക്കുകയാണ്. വേദു അവിടെ ബാറ്റ്മാൻ ആയിട്ടിരിക്കുവാണ്. കണ്ട് ബാറ്റ്മാനെ കണ്ടു. എവിടെ ബാറ്റ്മാൻ? എന്തിനാ ഫോട്ടോ എടുക്കുന്ന? ചുമ്മാ ആണോ? അപ്പ പോയി ബൈ. നോക്കട്ടെ, നൈസ് ഫോട്ടോ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. എന്നാ പോവാ, നമുക്കും പോവാം. എന്നെ ഉന്താൻ വരും കേട്ടോ. എന്താ വലിയ പാൻറ് ഇട്ടോണ്ട് വന്നോളും. ഓക്കെ, അപ്പ പോയി. എനിക്ക് തോന്നുന്നു ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ പല വേഷത്തിൽ നടക്കുന്ന ഒരു പയ്യനെ കാണുള്ളൂ. അതാണ് മിസ്റ്റർ വേദു. കണ്ടോ, ഇന്ന് ബാറ്റ്മാൻ ആണ്. ചില ദിവസം അയൺമാന്, ചില ദിവസം കാർ, ചില ദിവസം ശാശ. ഇന്ന് ആരാ? ബാറ്റ്മാൻ. ഇങ്ങനെയാണ് മൊത്തം നടക്കുന്നത്. ഇനി ലുലുമോളിൽ പോയാലും ഇങ്ങനെയായിരിക്കും നടക്കുന്നത് അല്ലേ? വളരെ സന്തോഷമാണ്. കാരണം എന്താ അറിയോ, ഒരു യങ്സ്റ്റർ, നമ്മുടെ സബ്സ്ക്രൈബർ പയ്യൻ തുടങ്ങിയ ഒരു സംഭവമാണ്. ഹി വാസ് വർക്കിംഗ് ഇൻ അപ്പോളോടൈസ്. ഐ തിങ്സ് അപ്പോളോടൈസിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടില്ല, വരുമ്പോൾ പരിചയപ്പെടുത്താം. അവിടുന്ന് വിട്ടിട്ട് ഞാൻ പറയുന്ന പോലെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിലെ മെനോറ ജ്വൽസിലാണ്. ഒരു ഫുൾ ഡിസ്ക്ലോഷർ, നമ്മളൊരു ഷോ ചെയ്യുന്നുണ്ട്, ഒരു TV റിയാലിറ്റി ഷോ ഫോർ ദ ഫസ്റ്റ് ടൈം. ബിഗ് ബോസ് ആണോന്നൊന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. ഒരു അടിപൊളി ഷോ ആണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് ഇവർ സ്പോൺസർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർണമെന്റ്സ് ഭയങ്കര അഫോർഡബിൾ ആണ്. അതിനെക്കുറിച്ചാണ്, റിയൽ അല്ല, ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആണ് പ്രിയ. അതുകൊണ്ട് വേഗം നമുക്ക് ഈ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹായ്, ഹാപ്പി അല്ലേ? ഇഷ്ടമുള്ള വ്ളോഗ് അല്ലേ? എനിക്ക് ഇഷ്ടമുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ എന്താ പറയാ ജ്വല്ലറി കണ്ടു. പക്ഷെ എനിക്കിപ്പോ ആവശ്യം ട്രഡീഷണൽ അല്ല. ഞാൻ ഏത് ഷോ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. ഇല്ല, പക്ഷെ ഞാൻ ട്രഡീഷണൽ വെച്ച് നോക്കും. അപ്പൊ പ്രിയയുടെ ലുക്ക് ഏകദേശം ഇതായിരിക്കും. നമ്മുടെ ഒരു ട്രയൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ലുക്ക് ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയി, കോസ്റ്റ്യൂമും ഫൈനലൈസ് ആയി. അത് പ്രാണയുടെയാണ്. അപ്പൊ ഇനി ജ്വല്ലറി ഇവിടുത്തെ ആയിരിക്കും, മെനോറയുടെ ആയിരിക്കും. അപ്പൊ സെലക്ഷൻ നോക്കാം. പ്രിയ, ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ. സാധാരണ നമ്മൾ ഷോപ്സിൽ പോകുമ്പോൾ കാണും, നല്ല വെറൈറ്റി കാണും. പക്ഷെ ഈ ഷോപ്പിൽ ഞാൻ വന്നിട്ട് എല്ലാം വെറൈറ്റി ആയിട്ടുള്ളതാണ്. അതാ ഞാൻ ചോദിച്ചു ഇവർ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പല ഷോപ്സിലത്തെയും ദി ബെസ്റ്റ് എടുത്തിട്ടാണ് ഇവർ ഓൾ ഇന്ത്യയിൽ നിന്ന് ഷോപ്പിംഗ് കൊണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ എനിക്ക് സന്തോഷം എന്താണെന്നറിയോ, ഒന്നും എക്സ്പെൻസീവ് അല്ലല്ലോ. സ്റ്റാർട്ടിങ് 1000 രൂപ. എനിക്ക് ഏറ്റവും എക്സ്പെൻസീവ് 5000 റുപ്പീസ് ഒക്കെ ഉള്ളൂ. അല്ല, ധൈര്യത്തോടെ പറയാം. മറ്റിടത്തൊക്കെ ഒരു നെഞ്ചെടുപ്പ് എപ്പോഴും കാണും. ഇത് അങ്ങനത്തെ ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ വെരി നൈസ് കളക്ഷൻസ് കേട്ടോ. പാറ്റേൺസ് സൂപ്പർ ആയിട്ടുണ്ട്. ഏത്? ഇതേ നമുക്ക് എന്തൊരു നല്ല പാറ്റേൺ. ഇവിടെ ഞാൻ ഒരു ജ്വല്ലറി ഷോപ്പിലും കണ്ടിട്ടില്ല. പക്ഷെ ഗോൾഡ് ആണെന്ന് പറയത്തുമില്ല അല്ലേ? അല്ല, ഗോൾഡ് അല്ലാന്ന് പറയില്ല. ശരിക്കും ഗോൾഡ് മാതിരിയില്ലേ?
കൊള്ളാം. ഡയമണ്ട് സെറ്റ് പോലെ ഉണ്ട് അല്ലേ? ശരിക്കും അത് ഡയമണ്ട് സെറ്റിങ്ങിന്റെ സെറ്റിങ്സ് ഡയമണ്ട് സെറ്റിന്റെ പോലത്തെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയാൽ മതി അല്ലേ? അതെ, ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഒരെണ്ണം വിട്ട് കഴിഞ്ഞാൽ സെയിം പിന്നെ ഇടില്ല. അതാണ് ഒരെണ്ണം പിന്നെ അവിടെ ഇടാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഫംഗ്ഷൻസ് ഒക്കെ ഇത് മറ്റേ ഡെയിലി വെയറിനോ അല്ലെങ്കിൽ ഇങ്ങനെ മാരേജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഗോൾഡ് എടുക്കാം. പക്ഷെ ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ ഇത് എടുത്തു കഴിഞ്ഞാൽ അവർ അറിയത്ത് പോലും ഇല്ല. മാച്ചിങ് ആൻഡ് ഇത് ആക്ച്വലി നമ്മുടെ കോസ്റ്റ്യൂമിന് കുറച്ച് മാച്ചിങ് കുറച്ച് ഗ്രീൻ ഉണ്ടല്ലോ. പക്ഷെ എന്താ അറിയോ, ആ ഡ്രസ്സിന്റെ നെക്ക് ഭയങ്കര ക്ലോസ്ഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കമ്മല് മാത്രമേ എനിക്ക് ഇടാൻ പറ്റൂ. പക്ഷെ ഞാൻ ഇട്ട് നോക്കുന്ന കേട്ടോ. നൈസ്. ആയിട്ടില്ലല്ലേ? ഓക്കെ, അപ്പൊ മുതലാളി എത്തിയിട്ടുണ്ട്. ഇതാണ് അമൽ. അമൽ ആക്ച്വലി എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പയ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഇപ്പം തുടങ്ങിയത്. മെനോറ ജ്വല്ലറി. ഹാപ്പിയാണ് ഇപ്പൊ? ഭയങ്കര ഹാപ്പിയാണ്. അത് മതി. അതാണ് ഞാൻ പറയുന്നത്, സ്വന്തം ബിസിനസ് തുടങ്ങണമെന്ന്. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി? ജ്വല്ലറീസ് ആണ് കൂടുതൽ. ഇങ്ങനത്തെ മെയിൻ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് ഇതിലിപ്പോ വാറന്റിയോ ഗ്യാരണ്ടിയോ ഒന്നും ഉണ്ടോ? 1 year ഗ്യാരണ്ടി ഉണ്ട്. റിട്ടേൺസ് എക്സ്ചേഞ്ചും ഉണ്ട്. അപ്പൊ റിട്ടേൺസ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഇമിറ്റേഷൻസ് ജ്വല്ലറി വാങ്ങുമ്പോൾ അങ്ങനത്തെ കൺസേൺ ആണല്ലോ. സോ എല്ലാത്തിനും ആളും ഗ്യാരണ്ടിയാണ്. എന്തായാലും ഞങ്ങളിത് ബാക്കിയൊക്കെ നോക്കട്ടെ. എന്നിട്ട് നാളത്തെ ഷോയ്ക്ക് പറ്റിയ സ്ഥലങ്ങൾ എടുത്തോണ്ട് പോകും കേട്ടോ. എടുത്തോട്ട് വേഗം വിട്ടോളെ. നോക്കട്ടെ. കൊള്ളാലോ. സരസ്വതിയാ? സരസ്വതിയാണ്. ഇതാണ് ചോക്കർ ചെയിൻ. ഓക്കേ, നല്ല ഭംഗിയല്ലേ? ഇത് ശരിക്കും ഉള്ള ഗോൾഡില് പേൾ ഇട്ട ഒരു ലുക്ക്. പക്ഷെ എന്തൊരു ഭംഗിയല്ലേ സാരിയൊക്കെ ഉടുക്കുമ്പോ ഈ ഒരു ചെയിൻ. പക്ഷെ അത് പ്രത്യേകിച്ച് പറയണം കേട്ടോ, മോഡേൺ ജ്വല്ലറി ആണെങ്കിൽ ഇവിടെ വരാതിരിക്കുന്ന ബെറ്റർ. കൂടുതലല്ല, എനിക്ക് കണ്ടതിൽ എല്ലാം ട്രഡീഷണൽ ജ്വല്ലറിയാ തോന്നിയത്. കുറച്ച് സിൽവറിന്റെ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം ജ്വല്ലറി കമ്മലും കൊള്ളാം, ട്രഡീഷണൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, കല്യാണത്തിനൊക്കെ പറ്റിയ ജ്വല്ലറിയാ. എനിക്ക് സാരി ഷൂട്ട്, ഫോട്ടോ ഷൂട്ട്സ്, സാരിയുടെ ഫംഗ്ഷൻസ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും കേരള ജ്വല്ലറിക്ക്. അതും കൂടുതലും ട്രഡീഷണൽ ജ്വല്ലറി പാറ്റേൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയ ഒന്ന് എഴുന്നേറ്റാലേ കാണാൻ പറ്റും. എന്തോന്ന് ഇത്? ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നു ചോദിക്കണം. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. വെരി നൈസ്. ഇതിപ്പോ ഗോൾഡിലാണെങ്കിൽ മാത്രം ഇട്ടാ മതി. അല്ല, കണ്ണടച്ചൊരു 15 പവൻ വരും. ഇത് വർക്ക് ആണെങ്കിൽ കണ്ടോ എന്തൊരു ഡീറ്റെയിൽഡ് വർക്കാ നോക്ക്. ഞാൻ ഭംഗി കണ്ടിരുന്നു പോയതാ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? കല്യാണ പെണ്ണിനൊക്കെ ഒറ്റ മാല ഇട്ടാ മതി. ഇതിന്റെ റേറ്റ് എത്ര വരും ഏകദേശം? 4,300. കമ്മലെല്ലാം കൂടെ അല്ലേ? ഇത് ഗോൾഡ് അല്ലാന്ന് പറയൂ. കണ്ടോ? ഷോ നിങ്ങള് ഇവിടെ വന്നത് ഇത് വാങ്ങണം കേട്ടോ. ഇത് ഓൺലൈനിലാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പക്ഷേ നമ്മള് കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യട്ടെ, എന്നിട്ട് ഇതിൽ ഏതാ നമ്മള് ഷോയിന് ഇടുന്നേന്ന് നോക്കാലോ. ഊരാൻ തോന്നുന്നില്ല, എന്തൊരു ഭംഗിയാ. അന്നത് ഇട്ടോണ്ട് പോവാം. കല്യാണം കഴിഞ്ഞു പോയത് ഞാൻ ഇട്ടേനെ. ഇതുണ്ട്, ഇതുപോലെ ഓക്സിഡൈസ്ഡും ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ഡ്രസ്സിനോട് ഓക്സിഡൈസ് പോകില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഓക്സിഡൈസ്ഡും ഉണ്ട് ഇവിടെ, സിൽവർ ഫിനിഷ്. പക്ഷെ ഇതും സിൽവറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇവരുടെ മെയിൻ സെയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെയാണ്. ഷോപ്പുണ്ട്, അതിൻ്റെ അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ കളക്ഷൻസ് കാണിക്കാം. ആൻഡ് ഓർഡറും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ്. ആൻഡ് വേഗം പ്രിയ ചെയ്തില്ലെങ്കിൽ സമയമില്ല. നാളെ ആണ് നമ്മുടെ ഷൂട്ടിങ്. അതുകൊണ്ട് കുറച്ച് സ്പീഡ് ആക്കണം കേട്ടോ പ്രിയ. സൂപ്പർ പ്രിയ, ട്രിപ്പിൾ സൂപ്പർ. കാരണം എന്താണെന്നറിയോ? ഇത് മൊത്തം സെറ്റിന് 900 rupees. ഇത് ടെമ്പിൾ ജ്വല്ലറിയുടെ സ്റ്റോൺ വർക്കാ. ഇനിയിപ്പോ ദില്ലു എന്ത് പറയുന്നറിയോ? എവിടെ വേണമെങ്കിലും മെനോറെ പോയാൽ മതി. ഗോൾഡ് ഷോപ്പിൽ പോകണ്ട, നമുക്ക് മെനോറെ പോയാൽ മതി. 900 അല്ലേ ഉള്ളൂ അല്ലേ? ഇത് ഭംഗിയല്ലേ? ട്രഡീഷണൽ ആയിട്ടുള്ള അത് ഞാൻ ഇടുന്നോണ്ടാന്ന് തോന്നുന്നു അത്ര ഭംഗി. പക്ഷെ എന്താ പറയാ, എനിക്ക് ജ്വല്ലറി വ്ളോഗ്സ് ഇവര് പറയട്ടെ അല്ലേ? അതെ, ഞാൻ പറയുന്നത് എനിക്ക് ജ്വല്ലറി വ്ളോഗ്സ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കാരണം എന്താണെന്നറിയോ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അധികം പണിയില്ല. ഇൻ ദ സെൻസ് ഞാൻ അധികം എഫേർട്ട് ഇല്ലല്ലോ. സെക്കൻഡ്ലി ആ ടൈമിൽ മാത്രമേ പ്രിയ കുറച്ച് മേക്കപ്പ് ഇട്ട് സുന്ദരിയെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇടുമ്പോൾ ആൾക്കാർ വിചാരം മേക്കപ്പ് ആന്നാ. മേക്കപ്പ് ഇടുമ്പോ കൂടുമല്ലോ ആർക്കാണെങ്കിലും. കൊള്ളാം. പ്രിയ ഇവിടുന്നേ ഭയങ്കര ക്ലിയർ. എന്താണ് സംഭവം?
ഭയങ്കര കണ്ണാടി തന്നെ കാണിക്കുന്നിട്ട് പ്രിയനെ കാണിക്കുക നോക്കിക്കേ. ഇനി ഇതേ ഇത് കുറച്ച് ഓവറായി പോയത്. അത് മറ്റേ ഒരു കാൻസ് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴേ ഇടാൻ പറ്റിയ സംഭവം. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു IIFA അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഹോളിവുഡിലേക്ക് അല്ലേ അല്ലേ ഗൗണിന്റെ കൂടെ ഒക്കെ എന്തൊരു ഷൈനിങ്. 1 കോടി റേറ്റ് വെച്ച് 1 കോടി പറഞ്ഞാൽ മതിയാ. ഇത് എത്രയാ റേറ്റ് നോക്കണം. എത്രയാ? 4500. 3-4 സീറോ കുറഞ്ഞു പോയി അല്ലേ. പക്ഷെ ഫംഗ്ഷൻ ഇത് നമ്മുടെ ഇടാൻ പറ്റില്ല കേട്ടാ. ക്യാമറക്കാരെന്തേലും ഉറപ്പാണ്. അയ്യോ ഗ്ലെയർ അടിക്കുന്നു. വേദുന് എന്താ ഇവിടെ തന്നേ? ചേട്ടൻ എന്ത് തന്നു? ബട്ടർഫ്ലൈയും ഇതാരാ? റോബോട്ടോ? റോബോട്ട് നിക്കുവോ അതോ വീഴുവോ? ഈ ബാറ്റ്മാൻ ഡ്രസ് ഒന്ന് ഊരുവോ വേദു? ബാറ്റ്മാൻ ഡ്രസ് ഊരാവോ? കളക്ഷൻസ് പ്രിയനെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇട്ടിട്ട് പ്രിയ എല്ലാം കാണിക്കണം എന്ന് പറയും. ഓടിച്ച് കാണിക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് 5000 കണ്ടേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഫ്രം അറൌണ്ട് 500 600 ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കണ്ടോ. നോക്ക്. ആ കാണിച്ചു തരണേ. ലാസ്റ്റ് മറ്റേ ആന തന്നാലും ആശ തരരുത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആന തന്നാലും ആശ തരരുത് എന്നുള്ള സംഭവം എനിക്ക് തോന്നി. എവിടെ കരീന കപ്പൂർ? കഴുത്തിന്റെ ഈ ഭാഗം വേണമെങ്കിൽ കരീന കപ്പൂർ വരവായിട്ട് പറയാം. ആ ഭാഗം മാത്രമേ ഉള്ളൂ. നൈസ്. ഇടയ്ക്ക് ഡയമണ്ട് സ്റ്റഡ് ചെയ്തിട്ട് കുറച്ച് എമറൽഡ് ഒക്കെ വെച്ച സംഭവം പോലെ. ഇതല്ലേ എത്ര വർക്ക്, എത്ര സ്റ്റോൺസാ നോക്കി. ഇതൊക്കെ സ്റ്റോൺസാ കണ്ട. ഇത് മൊത്തം കമ്മലോ അതും എന്താ അല്ലേ. വെരി നൈസ്. ശരിക്കും ഡയമണ്ട് സെറ്റിന്റെ പാറ്റേൺസ് ആണ് ഇവരുടെ ജ്വല്ലറിയിൽ. ഇത് ആക്ച്വലി ക്ലോസ് നെക്ക് അല്ലായിരുന്നെങ്കിൽ പ്രിയയുടെ ഡ്രസ്സ് ഒന്ന് വീട്ടിൽ പോയി കാണിക്കാം കേട്ടോ. ക്ലോസ് നെക്ക് അല്ലായിരുന്നെങ്കിൽ ഇത് ഇടായിരുന്നു. കാരണം ഡ്രസ്സിന്റെ പാറ്റേണിന് മാച്ചിങ് ആ. ഏറ്റവും ഡിമാൻഡുള്ള പാറ്റേൺസ് എങ്ങനത്തെയാന്നാ പറയുന്നത്? എന്തെങ്കിലും പറയുന്നത്? സൂഫി സ്റ്റോൺസ് കൊള്ളാം. ഇത് പ്രിയക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഇതൊക്കെ എന്ത് റേറ്റ് വരും? 1200 രൂപ. ഇത് കണ്ടോ, ഇത് 2 ചെയിനാ. പക്ഷെ ഒരു ചെയിൻ അല്ലേ ഇത് മൊത്തം? അല്ല ഇത് വേറെ ഇത് വേറെ. ഇല്ല ഇത് രണ്ടും ഒന്നാ? ഇത് രണ്ടും ഒന്നാ, ഇത് വേറെ. പക്ഷെ അതങ്ങനെ കോമ്പിനേഷനിൽ ഇട്ടാലാണ് ഭംഗി കാണാൻ. ഇത് കുറച്ച് മോഡേൺ പാറ്റേൺ ആണ്. അതെ, ഇവിടെ അധികം മോഡേൺ ഇല്ലല്ലോ. It looks modern and traditional. Yes. Mix and match, fusion. Yes. നമ്മളെ പോലെ ഒരു സ്വീറ്റും ഒരു സാറും. ഒരു സ്വീറ്റും ഒരു സാറും. ഒരു സ്വീറ്റ് ഒരു സ്പൈസി. അപ്പൊ ഇതാ അത് കുറച്ച് ഉപ്പ്. ഒരു ഉപ്പ് ചാക്ക്. ഓക്കേ നൈസ്. കമ്മലോ? കമ്മല് ഇതിന്റെ സെറ്റ് നല്ലതാ. നല്ല ഭംഗിയില്ലേ? ഈ ഡ്രസ്സിന് കറക്റ്റ് ഇതാ. വെരി നൈസ്. അമ്മല് മിടുക്കനാട്ടാ, മിടുക്കനാണ് അമ്മല്. നല്ല കളക്ഷൻസ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവസാനം പ്രിയയുടെ മനസ്സ് അവര് മനസ്സിലായി ഇവിടുന്ന് ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. മാല എന്തായാലും ഇടാം. ഇവിടെ മാലയാണ് എനിക്കൊന്ന് ഹൈലൈറ്റ്, പക്ഷെ ഇടാൻ പറ്റില്ല അല്ലേ, ക്ലോസ് നെക്ക് ആയതുകൊണ്ട്. വേറെ ഇവന്റിന് ഇടാം. ഞാൻ ഇങ്ങനത്തെ കമ്മലൊക്കെ എടുത്തിരിക്കുന്നത്. ഒരു 3-4 എടുത്തുട്ടാ. ഡ്രസ് ഇട്ട് നോക്കിയിട്ട് ഏതാ മാച്ച് ആവുന്ന നോക്കിയിട്ട് അതനുസരിച്ച് ഇടാം, അതായിരിക്കും നല്ലത്. പിന്നെന്താ ഇത് മിക്കവാറും ഇത് ഇടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ചിക്കയാണല്ലോ. നൈസ്. കുറെ ഉണ്ടല്ലോ. ആർക്കും ഒരു കോസ്റ്റ്യൂം മൾട്ടിപ്പിൾ കോസ്റ്റ്യൂം ചേഞ്ച് ഒന്നും ഇല്ല പ്രിയ. എനിക്കറിയാം.
എന്നാലും എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ്. അല്ല. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു 10 ഒരു സാധനങ്ങൾ 5 കൊണ്ടുപോകും. ഓപ്ഷൻസ് എന്തായാലും നമ്മൾ എടുത്തോണ്ട് പോകും. ചിലപ്പോ നമുക്ക് തന്നെ അറിയാം ഏതായിരിക്കും ഇടുന്നതെന്ന്. എന്നാലും ഒരു 5-6 ഓപ്ഷൻസ് എടുത്തോണ്ട് ഒരു പോകും. സമാധാനത്തിന്. ഡ്രസ് ഇട്ടിട്ട് ഇട്ട് നോക്കാനേ മാച്ച് ആണോ എന്ന്. ഒരു സന്തോഷത്തിനാണോ അതോ അങ്ങനെ തന്നെയാണോ ശരിക്കും? ഒരു സമാധാനത്തിന്. ഓക്കെ, എടുത്തു ബാങ്കിൾ. അത് മാച്ചോ? അത് ഉറപ്പാ. ഇത് ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് മിക്കവാറും ഇടും ഓക്കെ, ഒരു കയ്യിൽ. അപ്പൊ പതുക്കെ വിടാം. ഓക്കെ, ഓക്കെ, ഇതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പൊ ഓക്കെ, താങ്ക് യു അവൽ. ഞങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഷോ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കാം. ഓക്കെ, താങ്ക് യു. വിടാലോ, ലേറ്റ് ആയി ഓട് ഗൈസ്. അപ്പൊ മറക്കണ്ട, മെനോറ ഞാൻ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ലിങ്ക് തരാം. ആവശ്യമുള്ളവർ ട്രൈ ചെയ്യുക, പേജ് വിസിറ്റ് ചെയ്യുക. ജ്വല്ലറി ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടു പോകും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. വളരെ അഫോർഡബിൾ ആണ്. മോസ്റ്റ് അഫോർഡബിൾ ജ്വല്ലറി ഷോപ്പിംഗ് ബൈ പ്രിയ മോഹൻ. അങ്ങനെ പ്രിയയുടെ കോസ്റ്റ്യൂം ഇതാണ് സംഭവം. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്. അപ്പൊ ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറി എടുക്കാനാണ് പോയത്. ഇത് പൂർണിമയുടെയാണ്, പ്രാണയുടെയാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഞാനും പ്രിയനോട് പറഞ്ഞിരിക്കുന്നത് ഞാനും മാച്ചിങ് ആയിട്ട് ബ്ലാക്ക് തന്നെ ഇടണം എന്നാണ്. നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി. ഇത് കറക്റ്റാ. മറ്റേ വലിയ മാലയൊന്നും ഇതിന്റെ കൂടെ ചേരില്ല. അപ്പൊ വലിയ ബാംഗിൾസും ഇയറിംഗ്സും അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഇട്ടാ മതി. മോതിരോ അതേ മാച്ചിങ് ആയിപ്പോളൂ. കാരണം എന്റെ നെക്ക് ഇത്രയും കോടി ആയതുകൊണ്ടേ വേറെ ഒന്നും വേണ്ടി വരില്ലല്ലോ. അടിപൊളി. ഓക്കെ, അപ്പൊ ഞാനും ഒരു ബ്ലാക്ക് ഷർട്ടിനുള്ള മാച്ചിങ് പോയി നോക്കട്ടെ. അപ്പൊ ഏതായാലും സൂപ്പർ എക്സൈറ്റഡ്. എന്തായാലും മെനോറയ്ക്കും നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഏത് ഷോയിനാ പോന്നേന്ന് നിങ്ങൾക്ക് ഉടനെ അറിയാൻ പറ്റും. ബിഗ് ബോസ് ആണോ പ്രിയ? ബിഗ് ബോസ് ആണോ? ഞാനും പ്രിയയും കൂടെ ബിഗ് ബോസ് ഇപ്പൊ ഉള്ള കാര്യം ആലോചിച്ച് നോക്ക്. അടിയോടടി, നമ്മള് തമ്മിലടി, അവിടെ അടി. അതെ. ഓക്കെ, സൂപ്പർ എക്സൈറ്റിംഗ്, വെരി ഹാപ്പി ഡേ. ഇത് രാത്രി ഉറക്കാൻ പറ്റില്ല, കാരണം അത്രയധികം എക്സൈറ്റ്മെന്റിലാണ്. സോ നാളെ ഏർലി മോർണിംഗ് എഴുന്നേക്കണം കേട്ടാ. നാളെ ഏർലി മോർണിംഗ് എഴുന്നേക്കണം, സ്റ്റുഡിയോയിലേക്ക് പോകണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പരിപാടികളാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.